ഹലോ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ്. ഇത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനും ബർത്ത്ഡേ കേക്കിനൊക്കെ ബേസായിട്ട് കൊടുക്കുന്നിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് ഒരു 8 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 8 മുട്ടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലോട്ട് ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നന്നായിട്ട് 1 മിനിറ്റോളം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതൊരു 2 kg കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് 1 kg കേക്ക് റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാഫായിട്ട് എടുക്കാം. 4 മുട്ട വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. 4 മുട്ടയും 1 കപ്പ് പൊടിച്ച പഞ്ചസാര, അങ്ങനെ അളവ് നിങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ മെത്തേഡാണ്. മാത്രമല്ല ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. മുട്ട നമ്മൾ മാക്സിമം ഫ്ലഫി ആക്കി എടുക്കുക. എത്രത്തോളം നമുക്ക് ഫ്ലഫി ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ഫ്ലഫി ആക്കി എടുക്കുക. പിന്നെ മുട്ടയുടെ മഞ്ഞ നിറക്കം മാറി മുട്ട ഒരു ക്രീം കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജ് ആവുന്നവരെ നമ്മൾ മുട്ട നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 കപ്പ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓയിൽ യൂസ് ചെയ്തിട്ട് അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. 3 തവണ അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട് ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വിസ്ക് വെച്ചിട്ട് മെല്ലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒപ്പിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടൂല. പിന്നെ അത് മാത്രമല്ല കുത്തി നമ്മൾ ഇളക്കാൻ പാടില്ല. കുത്തി നമ്മൾ ചെയ്താൽ നമ്മുടെ കേക്ക് ബാറ്റർ ഹാർഡായി പോവും. കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് അടുത്തത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 2 ടീസ്പൂൺ വിനെഗറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ കേക്കിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല. ഞാനിവിടെ ഒരു കുക്കറാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു പാച്ച്മെൻറ്റ് പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈസി ആയിട്ട് കേക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ ബാറ്റർ ആ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തട്ട് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുക്കർ വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് വിസിലില്ലാതെ ഒരു 35 to 40 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഓരോരോ സ്റ്റൗവിനനുസരിച്ചും ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല